ഹായ് ഗൈസ്, അടുത്ത കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? നീ ഇപ്പോൾ എന്തിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്? ഇപ്പോൾ ഒരാളിങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുവാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുക, വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? എന്തിനെ കുറിച്ചാണ് നീ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമ്മൾ പറയാണ്, ഐ എം തിങ്കിങ് അബൌട്ട് മൈ ഫ്യൂച്ചർ. എൻ്റെ ഭാവിയെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? ഐ എം തിങ്കിങ് അബൌട്ട് വാട്ട് ടു ഹാവ് ഫോർ ഡിന്നർ. ഡിന്നറിന് എന്ത് കഴിക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഐ എം തിങ്കിങ് അബൌട്ട് വാട്ട് ടു ഹാവ് ഫോർ ഡിന്നർ. ഡിന്നറിന് എന്ത് കഴിക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? എന്താണ് നീ ആലോചിച്ചിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾക്ക് പലതും പറയാം. ഐ എം തിങ്കിങ് അബൌട്ട് മൈ വൈഫ്, ഐ എം തിങ്കിങ് അബൌട്ട് മൈ ഫാമിലി. ഓക്കെ, റൈറ്റ്. വാട്ട് ആർ യു റൈറ്റിംഗ്? നീ എന്താ ഇപ്പോൾ എഴുതുന്നത്? വാട്ട് ആർ യു റൈറ്റിംഗ്? നീ ഇപ്പോൾ എന്താ എഴുതുന്നത്? ഐ എം റൈറ്റിംഗ് എ പോം. ഞാനൊരു കവിത എഴുതുകയാണ്. ഐ എം റൈറ്റിംഗ് എ ഷോപ്പിംഗ് ലിസ്റ്റ്. ഞാനൊരു ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് അവർ ക്ലാസ്? നെക്സ്റ്റ് വൺ. ഇപ്പോൾ ഒരാളോട് ചോദിക്കില്ലേ, അവരുടെ ക്ലാസ് എങ്ങനെയുണ്ട്, ആ ടീച്ചറുടെ ക്ലാസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കില്ലേ? ആ അഭിപ്രായമായിട്ട് ചോദിക്കില്ലേ നമ്മൾ? അതാണ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് എന്ന് വെച്ചിട്ട് ചോദിക്കുക. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഹർ ക്ലാസ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് മൂവി? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് റെസ്റ്റോറൻറ്റ്? അതായത് ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? അവരുടെ ക്ലാസ്സിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ്? ആ സ്കൂളിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് എന്ന് ചോദിക്കുക. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് അവർ ക്ലാസ്? അവരുടെ ക്ലാസ്സിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താ? ഷീ ഈസ് എ ഗുഡ് ടീച്ചർ. അവർ നല്ലൊരു ടീച്ചറാണ്. ഓർ യു ക്യാൻ സേ ലൈക്ക് ഐ ഫൈൻഡ് ഹർ ക്ലാസ് റിയലി ഹെൽപ്ഫുൾ. അവരുടെ ക്ലാസ് വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ ഫൈൻഡ് ഹർ ക്ലാസ് റിയലി ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് അവരുടെ ക്ലാസ് വളരെ ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. Okay, that's all for today.